ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമുക്കിന്നൊരു പിലോപ്പി മീൻ വാഴയിലയിൽ പൊള്ളിച്ച് ഉണ്ടാക്കിയാലോ? അപ്പോൾ ആദ്യമായി തന്നെ ഞാനിവിടെ 3 വലിയ പിലോപ്പിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കഴുകി നന്നാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതിലേക്ക് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മസാല പുരട്ടി വയ്ക്കാം കേട്ടോ. ഞാൻ എല്ലാം ഫ്രൈ ഐറ്റംസ് എല്ലാം മസാല പിടിക്കേണ്ടതൊക്കെ ഞാൻ തലേ ദിവസമേ മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ, ഓവർനൈറ്റ്. അപ്പോൾ അത്രയും മസാല പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കൂടും. അത് ചിക്കൻ ആയിരുന്നാലും മീനായിരുന്നാലും എന്താണെങ്കിലും ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതേ മസാല പൊട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അടുത്ത ദിവസമായി ഇതേ പാൻ എടുത്തു, അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. തിരിച്ചും മറച്ചു വിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഓവറായിട്ട് മൊരിഞ്ഞങ്ങ് പോകണ്ട കേട്ടോ. ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ അതേ ഓയിലിൽ തന്നെ ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഞാൻ പച്ച വേപ്പില ഇട്ട് കൊടുക്കുകയാണ്. വേപ്പില ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കൊച്ചുള്ളി, കുറച്ചധികം കൊച്ചുള്ളിയും ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് ചതച്ചെടുത്തതാണ്. ആ മിക്സ് ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സവാളയും കൂടി ചേർക്കുന്നുണ്ട്, കാരണം ഗ്രേവി ഇവിടെ ആവശ്യമാണ് കേട്ടോ. 5 പേരുണ്ടേ, അതിന് കണക്കാക്കിയുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങളെടുക്കുമ്പോൾ ഇപ്പോൾ എത്ര ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ സവാള നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. നമുക്കിനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാവേ, പാകത്തിനുള്ള. അതും ചേർത്ത് നന്നായിട്ട് വഴറ്റി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ 2 സവാള എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ സവാള എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 2 സവാള ഞാനിതിലേക്ക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാവേ. ഗ്രേവി അധികം വേണ്ടെന്നുള്ളവർക്ക് സവാള ഒഴിവാക്കുന്നതാണ് കേട്ടോ. നന്നായിട്ട് വഴറ്റി കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ 2 പഴുത്ത ടൊമാറ്റോ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ, കട്ട് ചെയ്തത്. ചെറുതായിട്ട് കട്ട് ചെയ്യുക, വലുതായിട്ട് കട്ട് ചെയ്യുക, എങ്ങനെ വേണമെങ്കിലും ടൊമാറ്റോ കട്ട് ചെയ്യാം കേട്ടോ, വാടിക്കോളും. ഇത് നന്നായിട്ടായിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് പൊടികളായ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എരി കുറവാണ് കേട്ടോ. കാശ്മീരി മുളക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ അടുത്തത് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണേ. അതോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നിടം വരെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ പുളിക്ക് ആവശ്യമായ വാളം പുളിയാണ് കേട്ടോ ഞാനിവിടെ ചേർക്കുന്നത്. വാളം പുളി, അതായത് പിഴിപുളി എന്ന് പറയും. അത് പിഴിഞ്ഞ് അതിൻ്റെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് കട്ടിക്ക്. ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേങ്ങാപ്പാൽ, കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ഈ കൂട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് ഞാൻ ഫ്ലെയിം കുറച്ചിട്ടൊക്കെ ആയിരുന്നു, ഇപ്പം ഞാനൊന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അടിപൊളി അടാറായിട്ട് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഇട്ടണം കേട്ടോ. എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പിലോപ്പി മീൻ 3 അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. സാധാരണ എല്ലാവരും വാഴയിലയിൽ മസാല വെച്ചിട്ട് ലെയർ ചെയ്താണല്ലോ ചെയ്യുന്നത്. ഞാനിവിടെ 3 അങ്ങ് മസാലയിൽ ഇട്ടിട്ടാണ് ഞാൻ വാഴയിലയിൽ പൊള്ളിച്ചെടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരാൾക്ക് വാഴയിലയിൽ പൊള്ളിക്കണ്ട, ഒരു മോന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതാണേ. പക്ഷേ ഇങ്ങനെ ചെയ്താലും അടിപൊളി തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല രുചിക്ക്. അടിപൊളി. ദേ എല്ലാം സെറ്റായിട്ടുണ്ട്. ഞാനിവിടെ വാഴയില ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അതിലേക്ക് ഫസ്റ്റ് തന്നെ ഈ മസാല, അതിൽ നിന്ന് തന്നെ മസാല ഫസ്റ്റ് ഒരു ലെയർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് ഒരു മീനെടുത്ത് മുകളിൽ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഒന്നുകൂടി മസാല ഫില്ല് ചെയ്ത് ഞാൻ ഇവിടെ ജസ്റ്റ് ഷോയ്ക്ക് വേണ്ടിയിട്ട് ടൊമാറ്റോ കട്ട് ചെയ്ത് ചേർത്ത് വെച്ച് കൊടുക്കുകയാണ് മുകളിൽ. ഇനി വാഴയില ചുറ്റിക്കെട്ടി പൊതിഞ്ഞു. നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഈ വാഴയിലയിൽ ചുറ്റിയത് പൊതി ഇതിലേക്ക് വെച്ച് തിരിച്ച് മറച്ചു വിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാം കേട്ടോ. മൂടി വെച്ച്
ഇപ്പോൾ 2 സൈഡും പൊള്ളി അടിപൊളി മണം ഒരു രക്ഷയില്ല കേട്ടോ. നമുക്കിതൊന്ന് പൊതി തുറന്ന് നോക്കാം. എൻ്റെ പൊന്നു അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. നമുക്ക് വീണ്ടും വേറെ വീഡിയോസായിട്ട് കാണാം കേട്ടോ. ഓക്കെ ബൈ.